25 വർഷത്തെ സേവന പരിചയമുള്ള ടെക്നീഷ്യന്മാർ കൂടാതെ എല്ലാ ടെസ്റ്റുകൾക്കും 15% വിലക്കിഴിവും. വൈറ്റമിൻ ടെസ്റ്റുകൾക്ക് പ്രത്യേക പാക്കേജും ഇവിടെ ലഭ്യമാണ്. വേഗമാകട്ടെ, ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. കാരുണ്യ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ ലഹരി മാഫിയ വിളയാട്ടത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകി BJP. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ലഹരി മാഫിയയുടെ വിളയാട്ടവും അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നതിനെതിരെ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റപ്പാലം പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി BJP ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരത്തൊടി. അതിരാവിലെയാണ് ഇത്തരം പ്രവർത്തികൾ നടക്കുന്നതെന്നും പോലീസ് കൃത്യമായ നടപടികൾ എടുക്കണമെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നതെന്നും നടപടികൾ എടുക്കുമെന്ന് SHO ഉറപ്പു നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു കാര്യം, അവിടെ ലഹരി മാഫിയകളും അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നു എന്ന് നിരന്തരം പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടു. പോലീസ് യാതൊരുവിധ ചെറുവിരൽ പോലും അനക്കാത്ത സാഹചര്യത്തിൽ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഇന്നലെ SHO ഒറ്റപ്പാലത്തിന് SHO ഓഫീസർക്ക് രൂപേഷ് സാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രധാനമായും അടിവരയിട്ടത് പുലർച്ചെ 5 മണിക്ക് അനധികൃത മദ്യക്കച്ചവടം നടക്കുന്നു, അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതിനെതിരെ പോലീസ് സത്വരമായ നടപടി എടുക്കണമെന്നാണ് ആ പരാതിയിൽ പ്രധാനമായും അടിവരയിട്ടിട്ടുള്ളത്. ആ ഓഫീസർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ച് സുരക്ഷ കർശനമാക്കും, അതിനു വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ബസ് സ്റ്റാൻഡിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ മുൻകൈ എടുക്കണമെന്നും വീടുകളിലെ മാലിന്യങ്ങൾ 60 രൂപ നൽകിക്കൊണ്ട് ഹരിതകർമ്മസേനയ്ക്ക് നൽകുമ്പോൾ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ ഇത്തരം മാലിന്യ കൂമ്പാരം കണ്ടാൽ ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്നും സുമേഷ് ചീരത്തൊടി പറഞ്ഞു. ബീവറേജിൽ നിന്ന് വിദേശ മദ്യഷാപ്പിൽ നിന്ന് മദ്യം വാങ്ങി അവിടെ തന്നെ കുടിച്ച് അവിടെ തന്നെ കുപ്പി ഉപേക്ഷിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുവരുന്നത്. നമുക്കറിയാം, 60 രൂപ യൂസർ ഫീ കൊടുത്തിട്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാലിന്യങ്ങൾ നഗരസഭയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ പ്രവർത്തനം നഗരസഭ ചെയ്യുമ്പോഴും നഗരസഭയുടെ കോംപ്ലക്സിൻ്റെ അവിടെ ഇത്തരം മാലിന്യങ്ങൾ കൂട്ടിക്കിടക്കുക എന്നുള്ളത് അത് ജനങ്ങൾ ചോദ്യം ചെയ്യും. അതുകൊണ്ട് നഗരസഭ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകണം. അതിനു വേണ്ടിയിട്ട് BJPയുടെ കൗൺസിലർമാർ കത്ത് നൽകും.